ചികിത്സാ പിഴവിനിരയായി ദുരിത ജീവിതം നയിക്കുന്ന സർക്കാരും പൊതുസമൂഹവും ഒക്കെ മറന്നുപോയ നിരവധി പേരുണ്ടല്ലേ. ഡോക്ടർക്ക് 5000 രൂപ കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ വേദന തിന്ന് കഴിയുകയാണ് എറണാകുളം പറവൂരിലെ നവാസ് നൌഫിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് നിഹാൽ. കുട്ടിക്ക് കൂടുതൽ തൂക്കമുണ്ടായിട്ടും പണം നൽകാത്തതിനാൽ പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സ്വപ്ന ഭാസ്കർ സിസേറിയൻ നടത്തിയില്ല. ഇതാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ നെട്ടോട്ടം ഓടുമ്പോഴും പ്രതിസ്ഥാനത്തുള്ള ആരോഗ്യ വകുപ്പും സർക്കാരിനും നിഹാലിനെയും കുടുംബത്തെയും മറന്നു കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചികിത്സാ പിഴവിന്റെ ദുരിതം 2014 തോന്നുന്നു. അന്നുണ്ടായ ഒരു പിഴവിന്റെ ദുരിതം ഇന്നും ആ കുഞ്ഞും ആ കുടുംബവും അനുഭവിക്കുകയാണ്. സംസ്ഥാനത്ത് ചികിത്സാ പിഴവുകളുടെ വാർത്ത തുടർച്ചയായി പുറത്തു വരികയാണ്. ചികിത്സാ പിഴവ് മൂലം 12 വർഷമായി ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അവരെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ പ്രായം 12 വയസ്സാണ്. മുഹമ്മദ് നിഹാൽ എന്നാണ് പേര്. പറവൂർ ആലങ്ങാട് നീറിക്കോട് ഭാഗത്തെ നവാസ് നൌഫിയ ദമ്പതികളുടെ മകനാണ്. ഇത് ചികിത്സാ പിഴവ് എന്ന് പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. നൌഫിയ ഗർഭിണിയായിരിക്കുമ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള സ്വപ്ന ഭാസ്കർ എന്ന ഡോക്ടറെ കാണിക്കുന്നു. അപ്പോഴേക്ക് അവർ 5000 രൂപ സിസേറിയനാണ് വേണ്ടത് എന്ന് പറയുകയും 5000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന് നൽകാൻ പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിസേറിയൻ നടത്താതെ സാധാ പ്രസവത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും എന്നിട്ട് പക്ഷേ ഈ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാതെ വന്നപ്പോൾ പിന്നീട് പല ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ഈ ബുദ്ധിമുട്ടുകളാണ് ഈ കുഞ്ഞിപ്പോൾ അനുഭവിക്കുന്നത്. അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിങ്ങളോട് പണം ചോദിച്ചു, പക്ഷേ അന്ന് കൊടുക്കാൻ പറ്റിയില്ല. സിസേറിയൻ ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് പറഞ്ഞു? 5000 രൂപ വേണമെന്ന് പറഞ്ഞു. 2500 രൂപ കൊടുത്ത് ഉണ്ടായുള്ളൂ. ബാക്കി 2500 രൂപ ഈ ലേബർ റൂമിൽ കയറ്റിയപ്പോൾ ഇവളുടെ അടുത്ത് ചോദിച്ചു. എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു, എന്നെ സിസേറിയൻ ചെയ്യും അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്യുന്നതാണ്. അപ്പം നീ ചോദിച്ച കാശ് തരണമെങ്കിൽ മാത്രം ഞാൻ സിസേറിയൻ ചെയ്യും. അവരിങ്ങനെ പറഞ്ഞവർ തീർത്തിൻ്റെ അടുത്ത് പറഞ്ഞവർ. കുഞ്ഞ് പുറത്തു വരാതായപ്പോൾ ആ നിലയിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ പ്രശ്നത്തിന് കാരണം ഇവർ രണ്ടുപേരുമാണ്, വൈഫും ഭർത്താവും കൂടിയാണ് ഈ കുഞ്ഞിനെ. ഈ ഡോക്ടറുടെ സ്വപ്ന ഭാസ്കറുടെ ഭർത്താവ് അവിടെ തന്നെയുള്ളൊരു പീഡിയാട്രീഷ്യനാണ്. ശിശു വിഭാഗത്തിലെ സുനിൽ എന്നാണ് ഡോക്ടറുടെ പേര്. അദ്ദേഹമാണ് പിന്നെ വന്ന് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഏതായാലും പിന്നീട് കുഞ്ഞിന് ശേഷി നഷ്ടപ്പെടുന്നു, സ്വന്തമായി ഭക്ഷണം കഴിക്കാതെ വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്ത് വയറ്റിലേക്ക് നേരിട്ട് 1600 രൂപ വിലയുള്ള പൊടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വിധത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നത്. ആ സമയത്തൊക്കെ വലിയ വാർത്തകളൊക്കെ വന്നു, പക്ഷെ പിന്നീട് എല്ലാവരും മറന്നുപോയി. അന്ന് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായ സമയത്ത് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രി ഇതിൽ നിന്ന് സഹായം തന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറൊരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ DMO ആരോഗ്യ സംഘത്തെ അന്വേഷണം നടത്തി പറവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവർ വന്ന് അന്വേഷണം നടത്തിയിട്ട് ഇന്ന് വരെ അതിൻ്റെ ഒരു റിപ്പോർട്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എത്ര ലക്ഷം രൂപ ഇങ്ങനെ ചെലവായിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു ഏകദേശം ഒരു 25 ലക്ഷം രൂപ മേളിലായിട്ടുണ്ടാവും. ഏതായാലും ആരോഗ്യ വകുപ്പ് ആണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത്. അവരുടെ ഉത്തരവാദിത്തമാണ്. VD സതീശനാണ് പറവൂർ MLA. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ കൊച്ചി. നിഹാലിന്റേത് ചികിത്സാ പിഴവാണെന്ന് സ്ഥിരീകരിച്ച ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കിയിരുന്നു. പക്ഷേ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന അവശനായ കുഞ്ഞിനെയും കൊണ്ട് കുടുംബത്തിന് കൂടുതൽ യാത്ര ചെയ്യാനാകില്ല എന്നതാണ്. നമ്മൾ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടു. വലിയ ബുദ്ധിമുട്ടാണ് ആ കുടുംബം അനുഭവിക്കുന്നത്. വീഴ്ച വരുത്തിയ ഡോക്ടർ സ്വപ്ന ഭാസ്കറിനെതിരെ സഹപ്രവർത്തകർ മൊഴി നൽകാത്തതിനാൽ കേസ് അന്വേഷണവും വഴിമുട്ടിയ നിലയിലാണുള്ളത്. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അതിൽ 2014 ഈ പ്രസവത്തിൽ ഇങ്ങനെ പ്രശ്നം സംഭവിക്കുന്നതും ഈ കുട്ടി ബെഡ് റിഡൺ ആകുന്നതും നമ്മൾ അവരുടെ ദുരിത ജീവിതം കാണുകയായിരുന്നു. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു കുഞ്ഞാണ്. അവർക്ക് ഈ നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട്, ഒപ്പം കുഞ്ഞിന് ചികിത്സയൊക്കെ ഉറപ്പാക്കേണ്ടതുണ്ട്. എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നതല്ലേ. ഇത്ര വർഷമായിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമ്മൾ നെടുമങ്ങാട്ടും ഒപ്പം പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലും അങ്ങനെ നിരവധി സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് വാർത്തയാക്കുകയാണ്. പക്ഷേ ആ വാർത്ത കഴിയുന്നതോടുകൂടി സർക്കാരിൻ്റെ ശ്രദ്ധയും അതിൽ നിന്ന് പോകും എന്നുള്ളതാണ് ഈ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. 2014 12 വർഷങ്ങൾക്ക് മുൻപാണ് മാർച്ച് മാസത്തിൽ നൌഫിയ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഈ ഡോക്ടറെ പോയി കാണുന്നത്. 5000 രൂപ തനിക്ക് വേണം എന്നായിരുന്നു ഈ ഡോക്ടർ ആവശ്യപ്പെടുന്നത്. സ്വപ്ന ഭാസ്കർ എന്നാണ് ആ ഡോക്ടറുടെ പേര്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, സാധാരണഗതിയിൽ ഗവൺമെൻറ്
മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച ഈ ഡോക്ടർമാർ തന്നെ സാധാരണ ആളുകളിൽ നിന്ന് ഗവൺമെന്റ് ശമ്പളത്തിന് പുറമെ പണം ചോദിക്കുകയാണ്. കൈക്കൂലിയായി 5000 രൂപ ഇല്ലാത്തതിനാൽ കൂലിപ്പണി ചെയ്ത് ഈ കഴിയുന്ന കുടുംബം 2500 രൂപ വായ്പ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ പണം തരാതെ നിന്നെ സിസേറിയൻ നടത്തില്ല എന്ന് സ്വപ്ന ഭാസ്കർ പറഞ്ഞു എന്നുള്ളത് ഈ നൗഫിയ തന്നെ അമ്മ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ സിസേറിയൻ നടത്താതെ ഒരല്പം ഭാരമുണ്ടായിരുന്ന കുഞ്ഞിനെ സാധാ പ്രസവത്തിലേക്ക് പോവുകയും അത് പുറത്തേക്ക് കുഞ്ഞ് വരാതിരിക്കുകയും പിന്നീട് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോഴുള്ള അവശതകളാണ് ഇപ്പോഴും 12 വർഷമായ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ആ സമയത്തൊക്കെ കുറച്ച് സഹായങ്ങളൊക്കെ വന്നതൊഴിച്ചാൽ പിന്നീട് ആരോഗ്യവകുപ്പ് കൈയഴിഞ്ഞു. ശ്രീചിത്രയിൽ ചികിത്സാ സഹായം ഒരുക്കാമെന്ന് പറഞ്ഞു. ഈ വിധത്തിലുള്ള കുഞ്ഞുമായി എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. 25 ലക്ഷം രൂപയാണ് ഈ 12 വർഷത്തിനിടെ ചെലവായത്. ചെലവ് പോട്ടെ എന്ന് വിചാരിച്ചാൽ തന്നെ കുഞ്ഞിന് ഇതുവരെ ഒരു ആഹാരം കൊണ്ട് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ദുരിതം മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ട് നടത്തിയ ചികിത്സാ പിഴവിന്റെ ചികിത്സാ നിഷേധത്തിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇത്. അതൊരു വശത്ത്. മറുവശത്താകട്ടെ ഈ സ്വപ്ന ഭാസ്കർ എന്ന ഡോക്ടറുടെ ഭർത്താവ് ഈ ഡോക്ടർമാരുടെ സംഘടനയിലെ സംസ്ഥാന ഭാരവാഹിയാണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡോക്ടർമാർ ഐക്യത്തോടെ നിൽക്കുകയും ഈ കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് പലതവണ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയുമാണ്. കേസന്വേഷണം മുന്നോട്ട് പോവുകയും കോടതിയിൽ ഇത് വരികയും ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ പോലും ഒപ്പമുണ്ടായിരുന്ന ഒരു ഡോക്ടർ പോലും ഈ കുറ്റം ചെയ്ത അഴിമതിക്കാരിയായ ഡോക്ടർക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേസന്വേഷണവും ആ വഴിക്ക് മുടന്തി പോകുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. ഈ ആശുപത്രി നിൽക്കുന്നത് പറവൂർ മണ്ഡലത്തിലാണ്. പ്രതിപക്ഷ നേതാവാണ് അവിടുത്തെ MLA. ഇവർ താമസിക്കുന്നത് കളമശ്ശേരി മണ്ഡലത്തിലാണ്. വ്യവസായ മന്ത്രി P. രാജീവാണ് അവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഇടപെടലിൽ ഇവർക്ക് സുരക്ഷിതമായി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം, ചികിത്സാ സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. സുമനസ്സുകളുടെ സഹായം കൂടി തേടുകയാണ്. ആ വിധത്തിലുള്ള സാമ്പത്തിക പരാധീനതയിലാണ് ഈ കുടുംബം ജീവിക്കുന്നത് ഈ ചികിത്സാ പ്രശ്നങ്ങൾക്കിടയിൽ. ശരി, അതാണ് അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം വാർത്തയ്ക്കപ്പുറം അവരുടെ ജീവിതം അത് നോക്കിക്കാണുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഈ വിഷയത്തിലും ഒരു അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്രത്തോളം ദുരിതത്തിലാണ് കുഞ്ഞും അവരുടെ കുടുംബവും ഉള്ളത്. അതിൽ